നരേന്ദ്രമോദിയുടെ സബ്കാ വികാസ് എന്ന സുന്ദര സ്വപ്നത്തെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് പിണറായി വിജയന്റെ നവകേരളം കുതിച്ചു പായുകയാണ്. രോമാഞ്ചമണിയിക്കുന്ന ആ വികസന വിപ്ലവം കാണാം. കേരളത്തിൻ്റെ വികസന സ്വപ്നങ്ങളിൽ ഒന്നായ മെട്രോ ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ്. നമുക്കറിയാം, ഇത് മാത്രമല്ല കേരളത്തിൻ്റെ വികസന സ്വപ്നമെന്ന്. ഇവിടെ ആദരണീയനായ വെങ്കയ്യ നായിഡുജി പറഞ്ഞതുപോലെ വികസന കാര്യങ്ങളിൽ ഒരുപാട് കേരളത്തിന് മുന്നേറാനുണ്ട്. ഒട്ടേറെ കാര്യങ്ങളിൽ കേന്ദ്രവും സംസ്ഥാനവും യോജിച്ച് തന്നെ വികസന കാര്യങ്ങൾ നടപ്പാക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ വികസനം 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 എന്നതിലാണ് ശ്രദ്ധിക്കുന്നത്, കേന്ദ്രീകരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് പൂർണ്ണമായി ഞങ്ങളും ഏറ്റെടുക്കുകയാണ്. എറണാകുളം ജില്ലയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശത്താണ് ഈ സ്ഥാപനം കൊണ്ടുവരാൻ പോകുന്നത്. ആരും കട്ടിൽ കീഴിൽ ബോംബ് വെച്ചിട്ട് കിടന്നുറങ്ങുകയില്ല. എന്നാൽ യഥാർത്ഥത്തിൽ അതാണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. എതിർപ്പ് അംഗീകരിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല. വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സർക്കാർ നിർബന്ധിതമാകും എന്നുകൂടി ഈ ഘട്ടത്തിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ 5 സ്റ്റേഷനുകളിലായിരുന്നു. അവിടെ വെച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുള്ളത്, പണി IOCയുടെ പണി ഞങ്ങൾ അടുത്ത കേസ് വരുന്നവരെ നിർത്തിവെക്കാമെന്നും ഒപ്പം മുഖ്യമന്ത്രിയുമായിട്ടുള്ള ചർച്ച തുടരുമെന്നും ഈ പോലീസുകാരെ വിഡ്രോ ചെയ്യുമെന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങളെല്ലാവരും പിരിഞ്ഞു വന്നിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്, ഇന്നലെ മോദി വരുന്നത് കണ്ട് ഒരു സംഘർഷാവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഈ ബന്ധപ്പെട്ട ആളുകളെ അറിയിച്ചത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ ജനങ്ങളെ പറ്റിക്കുന്ന ഈ പരിപാടി അവസാനിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ വളരെ ശക്തമായ നടപടിയുമായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകും. ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഇതിൽ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു നീക്കവും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. വികസനം 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 എന്നത് മാത്രമാണ് തൻ്റെ സർക്കാരിൻ്റെ വിജയമന്ത്രമെന്ന് അദ്ദേഹം പലവട്ടം ആവർത്തിച്ച് പറഞ്ഞതാണ്. നിയമസഭയിലും പറഞ്ഞതാണ്. വികസിപ്പിക്കാൻ വരുമ്പോൾ എതിർക്കാൻ നിൽക്കരുതെന്നും പറഞ്ഞതാണ്. എതിർപ്പിൻ്റെ ഭാഗമായി ഈ പരിപാടി നിർത്തിവെക്കാൻ കഴിയില്ല. അങ്ങനെ വന്നാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനമാണ് സ്തംഭിച്ചു പോവുക. അപ്പോൾ സഹകരണമാണ് ആവശ്യം, സഹകരിക്കുകയാണ് വേണ്ടത്. അതുതന്നെയാണ് സർക്കാർ നിലപാട്. സഹകരിക്കുന്നില്ലെങ്കിൽ പോലീസിൻ്റേതായ വഴി സ്വീകരിക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. ആ വഴി പോലീസ് സ്വീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമാണ് വേണ്ടത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ സമാധാനത്തോടു കൂടി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കാത്തിടത്തോളം കാലം ഈ ജനം മൊത്തം വന്നിരിക്കുന്നത് ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ്. ഞങ്ങൾക്കിത് വിജയിച്ചേ പറ്റൂ. വിജയം വരെ ശക്തമായ പ്രതിഷേധവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇനി IOC ഇവിടെ തുറന്ന് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സഹിതം ഇവിടെ മരിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ IOCക്ക് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ മാത്രമേ സമ്മതിക്കത്തുള്ളൂ എന്നുള്ള ഉറച്ച തീരുമാനം ഞങ്ങൾക്കുണ്ട്. മന്ത്രി കഴിഞ്ഞ ദിവസം നിങ്ങളെ ബന്ധപ്പെട്ടിരുന്നു, ചില ഉറപ്പുകൾ നൽകിയിരുന്നു. എന്തൊക്കെ ഉറപ്പുകളാണ് മന്ത്രി നൽകിയത്? ആ ഉറപ്പുകൾ ഒന്നും തന്നെ പാലിച്ചിട്ടില്ല. ഒന്നും തന്നെ പാലിച്ചിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ പണി നിർത്തിവെച്ചത് ഇവിടുത്തെ ഒരു സംഘർഷാവസ്ഥ ഒഴിവാക്കിക്കൊണ്ട് മോദിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കേരളം സുന്ദരമാണ്, ഒരു പ്രതിഷേധമില്ലാത്ത സുന്ദരമായ കേരളത്തിലേക്ക് മോദിയെ കൊണ്ടുവരിക, മോദിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പിണറായി വിജയൻ്റെ ഒരു തന്ത്രം മാത്രമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ. അതിൽ ഈ പറഞ്ഞിട്ടുള്ള മിനിസ്റ്ററും കൂടി
ഭാഗവാക്കായി എന്നുള്ളതാണ്. അല്ല, ഞങ്ങൾ 3 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. 1, പോലീസിനെ വിഡ്രോ ചെയ്തിട്ടില്ല. 2, ഇവിടെ പണി നിർത്തിവെച്ചിട്ടില്ല. പിന്നെ 3ാമത് ചർച്ച കണ്ടിന്യൂ ചെയ്യാൻ അവർ വിളിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പണി നിർത്താതെയുള്ള ചർച്ചയ്ക്ക് ഞങ്ങളും തയ്യാറല്ല. വരട്ടെ, ഞങ്ങൾക്ക് പണി നിർത്തി വെച്ചുകൊണ്ടുള്ള ചർച്ചയ്ക്ക് മാത്രമേ സമരസമിതി ഇനി തയ്യാറാകത്തുള്ളൂ. തെറ്റായ ഒരു വ്യാഖ്യാനമാണ്. അവർ 4ാം തീയതി വരെ ഞാൻ നിർത്തിവെക്കുമെന്ന് പറയുന്നതൊക്കെ അങ്ങനെയല്ല. അവർ വന്ന് ഹരിത ട്രിബ്യൂണൽ കേസുണ്ട് എന്ന കാര്യം പറഞ്ഞു. ഹരിത ട്രിബ്യൂണലിലെ കേസ് എന്ന് പറയുന്നത് എന്താവും വിധി നമുക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് ഹരിത ട്രിബ്യൂണൽ വരെ ഒരു കട്ട് ഓഫ് ഡേറ്റ് വെക്കരുതെന്നാണ് ഞാൻ പറഞ്ഞു. എന്നാൽ മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യാനുള്ള അവസരം ഒരുക്കും. ആ ചർച്ചയോട് നിങ്ങൾ സഹകരിക്കണം. പ്ലാന്റ് എന്നത് ഗവൺമെൻറ്റിന് അതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. പക്ഷേ ജനങ്ങളുടെ ആശങ്കയുണ്ട്. ആശങ്ക പരിഹരിക്കാനുള്ള അവസരം ഉണ്ടാക്കും. അതിനോട് സഹകരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ 4ാം തീയതി വരെ നിർത്തിവെക്കുന്നതൊക്കെ നിങ്ങൾ മീഡിയ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ എന്നോട് ആ ചർച്ചയിൽ പങ്കെടുത്ത കൂടെ ഉള്ളൊരു TV ചർച്ചയിൽ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെയല്ലല്ലോ പറയുന്നത്. 4ാം തീയതി വരെ കട്ട് ഓഫ് ഡേറ്റ് ഇട്ട് വെക്കരുതെന്നാണ് പറയുന്നത്. നിർത്തിവെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പരസ്പരം എന്തെങ്കിലും ഒരു ധാരണയിലെത്താൻ പറ്റും. ഇത് പ്രവർത്തിച്ചുകൊണ്ടെന്ന് പറഞ്ഞാൽ അയാളുടെ ധിക്കാരമാണ് ഇവിടെ കാണിക്കുന്നത്. ആ ധിക്കാരത്തിന് മുന്നിൽ മുട്ടുമടക്കാൻ ഈ ജനത തയ്യാറല്ല. IOC അത്തരമൊരു സ്ഥാപനം അവിടെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ പുതുവൈപ്പിനെ സാധാരണ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരുമിച്ച് അതിനെതിരായി ചെറുത്തുനിൽപ്പ് ആരംഭിച്ചതാണ്. നിരവധി കേസുകൾ കോടതിയിൽ പോയി, ഗ്രീൻ ട്രൈബ്യൂണലിൽ പോയിട്ടുണ്ട്. അങ്ങനെയെല്ലാം അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സമരം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രത്യക്ഷമായി ഉപരോധ നടപടി തുടങ്ങിയിട്ട് 3 മാസക്കാലത്തിലധികമായി. അതിൽ 100ാം ദിവസത്തെ പരിപാടിയിൽ ഞാനവിടെ പങ്കെടുത്തു. പുതുവൈപ്പിലെ ജനങ്ങളുടെ അതിജീവന സമരത്തിനും ചെറുതെങ്കിലും ചെറുത് ഒരു ചരിത്രമുണ്ട് എന്ന് ചുരുക്കം. ആ സമരവും മുഖ്യമന്ത്രിയുടെ വികസന സ്വപ്നവും സമാന്തര പാളങ്ങളിലൂടെയാണ് കുതിച്ചു പായുന്നത്. ആ പാച്ചിൽ കാണാം ഇടവേള കഴിഞ്ഞിട്ട്. കാനം രാജേന്ദ്രൻ പറഞ്ഞത് ശരിയാണെങ്കിൽ CPI അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോടെയാണ് പുതുവൈപ്പിലെ ജനങ്ങൾ സമരരംഗത്ത് നിൽക്കുന്നത്.
ഇത്തരം കാര്യങ്ങളിൽ ക്രിയാത്മകമായ എല്ലാ നിർദ്ദേശങ്ങളും വിമർശനങ്ങളുണ്ടെങ്കിൽ അതും ഞങ്ങൾ സ്വാഗതം ചെയ്യും. നടന്നുകൊണ്ടിരിക്കുന്ന നരനായാട്ടം ആണ്. അതിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരുടെ പേരിൽ നടപടിയെടുത്തുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കണം. സമരസമിതിയുമായി ചർച്ച ചെയ്ത് എങ്ങനെ ഇനി മുന്നോട്ട് പോകണം എന്നതിനെ സംബന്ധിച്ച് ഒരു ധാരണയിലെത്തണം. വിമർശനങ്ങൾക്ക് വേണ്ടിയുള്ള വിമർശനങ്ങളിലൂടെ ഒരു പദ്ധതിയിൽ നിന്നും സർക്കാരിനെ പിന്തിരിപ്പിക്കാനാവില്ല എന്നതും വ്യക്തമാക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. IOC അത്തരമൊരു സ്ഥാപനം അവിടെ കൊണ്ടുവരുന്നത് എന്ന് പറയുന്നവരെല്ലാം വികസനത്തെ എതിർക്കുന്നവരാണ് എന്ന ധാരണ വേണ്ട. വികസനം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് നശിപ്പിക്കാനല്ല, ജനങ്ങളെ സംരക്ഷിച്ചുകൊണ്ടേ വികസനം സാധ്യമാകും. അതുകൊണ്ട് ഈ ജനവാസ മേഖലയിൽ നിന്ന് അത് മാറ്റാൻ കഴിയുമോ, അല്ലെങ്കിൽ ആ മേഖലയിലുള്ളവരെ പുനരധിവസിപ്പിക്കാൻ കഴിയുമോ, ഇതെല്ലാം സർക്കാരിൻ്റെ ചർച്ചയുടെ മുമ്പാകെ വരേണ്ട കാര്യമാണ്. അങ്ങനെ ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം പോലീസിനെ ഉപയോഗിച്ച് ഇത് പരിഹരിച്ച എന്ന് തീരുമാനിക്കുന്നത് ശരിയല്ല. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടുമല്ല. ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം എന്ത്? നാടിനെ അഭിവൃദ്ധിയിലേക്ക് നയിക്കലാണ് ഒരു ഗവൺമെന്റിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം. അതിനുതകുന്ന നടപടികൾ സ്വീകരിക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനകീയ സമരങ്ങളെ ചോരയിൽ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്ന മുന്നണിയല്ല. കാരണം 5 വർഷക്കാലം ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളോടൊപ്പം നിന്ന് നടത്തിയ സമരങ്ങളുടെ പ്രതിഫലമാണ് ഈ സർക്കാർ. അതുകൊണ്ട് ജനകീയ സമരങ്ങൾക്ക് തല്ലിച്ചതയ്ക്കുക എന്ന നിലപാട് LDFൻ്റെ നിലപാടല്ല. അപ്പോൾ LDFൻ്റെ നിലപാടിന് വിരുദ്ധമായി അവിടെ ഹൈക്കോടതി ഉത്തരവുണ്ട് എന്നതിൻ്റെ പേരിൽ എല്ലാവരും കാണുന്നത് ഇപ്പോൾ പഴയതുപോലെയല്ലല്ലോ. ലാത്തി ചാർജ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് 2-3 ദിവസം ലൈവായി കാണാൻ സൗകര്യമുണ്ട്. വീണ്ടും റിപ്പീറ്റ് കണ്ടുകൊണ്ടിരിക്കുക. ഇത്ര ക്രൂരമായിട്ടുള്ള നടപടികളാണ് അവർ സ്വീകരിച്ചത്. ഈ കാണുന്നവരൊന്നും മണ്ടന്മാരല്ലല്ലോ. എല്ലാവരും കാര്യങ്ങൾ കാണുന്നുണ്ട്, എങ്ങനെയാണ് സംവിധാനം ചെയ്യപ്പെടുന്നത്. അവിടെ അതേപ്പറ്റി ഇപ്പോൾ അഭിപ്രായം പറയേണ്ട ഘട്ടമായിട്ടില്ല. ഞങ്ങൾ ശക്തമായിട്ട് പറയും, ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ഞങ്ങൾ ഈ സമരത്തിൽ പിന്മാറില്ല. IOCയുടെ പൂട്ടുന്നത് വരെ ഞങ്ങൾ എന്തായാലും ശക്തമായി തന്നെ സമരം ചെയ്യും. അതിലിവിടെ എന്തൊക്കെ ആളുകൾക്ക് ജനങ്ങളുടെ എതിരെ പോലീസിനെ വെച്ച സർക്കാർ എന്ത് അക്രമം നടത്തിയാലും ശരി, ഞങ്ങളതിനെ ശക്തമായി തന്നെ പ്രതിരോധിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. ഞങ്ങൾ അമ്മമാരെയും കുഞ്ഞുങ്ങളെയും അടക്കമാണ് പോലീസ് ഓടിച്ചിട്ട് നരനായായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായിട്ട് ഞങ്ങൾ പ്രതികരിക്കുന്നതാണ്. കുറച്ച് തീവ്രവാദ ബന്ധപ്പെട്ടുള്ള സംഘടനകൾ ഇതിൻ്റെ പുറകിലുള്ളതായിട്ട് ഞങ്ങൾ ന്യായമായിട്ട് സംശയിക്കുന്നുണ്ട്. അത് അല്ലെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിലുള്ള പ്രകടനം അല്ലെങ്കിൽ പ്രവർത്തനം ഉണ്ടാകാൻ സാധ്യതയില്ല. അല്ല പിന്നെ CPIയുടെ പിന്തുണ കണ്ട് നാട്ടുകാർ ഇങ്ങനെ തുള്ളില്ല എന്ന് ഏത് പോലീസുകാരനും അറിയാമല്ലോ. ഇതിൻ്റെയൊക്കെ പിന്നിൽ തോക്കുസ്വാമി വരെ ഉണ്ടാകും. ഇതിൻ്റെ പേരിൽ പിണറായി സർക്കാരിനെ കല്ലെറിയുന്നതിൽ ഒരർത്ഥവുമില്ല. പോലീസ് നടപടിക്ക് കോടതി സംരക്ഷണമുണ്ട് എന്നതാണ് വസ്തുത. ഹൈക്കോടതി പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് IOCയിൽ പ്രവർത്തനം നടത്താനാണ്. അതിന് മറൈൻ ഡ്രൈവിൽ അടിക്കുന്നത് എന്തിനാ? ജാഥ പോകുന്നതിൻ്റെ പുറകെ നടന്നടിക്കുന്നത് എന്തിനാ? അപ്പം അങ്ങനെയുള്ള ഒരു നിലപാട് പോലീസ് സ്വീകരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അപകീർത്തിപ്പെടുത്താനാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിച്ഛായ തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. അതിന് ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ മേൽ നടപടി സ്വീകരിച്ചുകൊണ്ട്
ഈ വിഷയത്തെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത്. CM to the state government of Kerala. Wow, CM കാണിക്കാം. അതെ കണ്ടോ? CM to the state government of Kerala. ഇത്രയും ക്രൂരമായ മർദ്ദനം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ അതിന് നേതൃത്വം നൽകിയ ASP ഉടനെ സസ്പെൻഡ് ചെയ്യണം, എന്നിട്ട് അന്വേഷിക്കണം. കാരണം ഗവൺമെൻറ്റിൻ്റെ നയമല്ല ഞങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നയം അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ഇത്രയും ക്രൂരമായ മർദ്ദനത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത ASPയെ ഉടൻ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണം എന്ന് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുക. അല്ല, ഞാൻ അങ്ങനെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഒരാൾ എന്നോടൊപ്പം എൻ്റെ കീഴിൽ ജോലി ചെയ്ത ഒരാളാണ്. അതല്ല സത്യം അതിൻ്റെ വിശദമായ അന്വേഷണം നടത്താതെ അങ്ങനെ ഞാൻ വ്യക്തിപരമായി ആരെപ്പറ്റി പറഞ്ഞത് ശരിയല്ല. കാനം രാജേന്ദ്രനും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. കാനം ഇന്നോളം മന്ത്രിയായിരുന്നിട്ടില്ല. ചെന്നിത്തല ആഭ്യന്തരമന്ത്രി വരെ ആയിട്ടുണ്ട്. ഒരിക്കലെങ്കിലും ആഭ്യന്തരമന്ത്രിയായിരുന്നിട്ടുള്ള ഒരാൾക്ക് പോലീസിനെ കുറ്റപ്പെടുത്താനോ തീവ്രവാദികളെ കുറ്റപ്പെടുത്താതിരിക്കാനോ പറ്റില്ല. സ്വാഭാവികമായിട്ടും പാവം പഠിച്ച സ്ത്രീകളെയും കുട്ടികളെയും ഉപയോഗിച്ചുള്ള സമരം എന്ന് പറയുമ്പം പ്രാദേശികമായിട്ടുള്ള ഇവരുടെ ഒരു സ്വയമായിട്ടുള്ള തീരുമാനം കരുതുന്നില്ല. ഇതിൻ്റെ പുറകിൽ തീവ്രവാദ ശക്തിയുമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളും അവരുള്ള പാർട്ടികളിലെ ഉണ്ടോ എന്നുള്ള ന്യായമായിട്ട് നമ്മൾ സംശയിക്കുന്നുണ്ട്. അതിൽ ചെറിയ ആൾക്കാർ നേതൃത്വം കൊടുക്കുന്നതായിട്ടും വിവരമുണ്ട്. അതിനെ സംബന്ധിച്ചിട്ട് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. കാരണം ഇവർക്ക് പല രീതിയിലുള്ള സപ്പോർട്ടും പുറത്തുനിന്ന് വരുന്നുള്ളതായിട്ടും വിവരമുണ്ട്. കാരണം ഇത് സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള സ്ത്രീകളുടെ ഒരു ആലോചനപ്രകാരം നടക്കുന്ന ഒരു സമരമല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇതിൻ്റെ പുറകിൽ പ്രേരക ശക്തിയുണ്ട്. അവരെല്ലാം തദ്ദേശവാസികളാണ്, ആ നാട്ടിൽ ജീവിക്കുന്നവരാണ്. ആ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയൻ്റെ അതൊരു തീവ്രവാദി സംഘടനയായിട്ട് ഇതുവരെ സർക്കാർ പറഞ്ഞിട്ടില്ല. അതിൻ്റെ നേതാവായിട്ടുള്ള മാഗ്ലിൻ ഒഴിച്ച് ബാക്കിയെല്ലാം ആ നാട്ടുകാരാണ്. പിന്നെ പോലീസിന് എന്തെങ്കിലും നടപടിയെ ന്യായീകരിക്കാൻ വേണ്ടി തീവ്രവാദം എന്ന തരത്തിൽ ധാരാളം കാര്യങ്ങൾ, കാരണം അവർക്കെതിരായിട്ട് ഇനി UAPA ചുമത്താനാണോ തീവ്രവാദത്തിൻ്റെ പേര് പറയുന്നത് എന്ന് നമുക്കറിയാൻ കഴിയില്ല. തീവ്രവാദത്തിൻ്റെ പേര് പറഞ്ഞ് ജനങ്ങളിലൊരു ഇതുണ്ടാക്കുക, അവരുടെ തെറ്റായ നടപടികളെ ന്യായീകരിക്കാനുള്ള ശ്രമമാണ് തീവ്രവാദത്തിൻ്റെ പേര് പറഞ്ഞ് നടത്തുന്നത്. ജനകീയ സമരം ഏതാണ് അല്ലാത്തതെന്നൊക്കെ ജനം തീരുമാനിക്കട്ടെ. തീവ്രവാദികൾ അതിൻ്റെ പിന്നിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കട്ടെ, നടപടി എടുക്കട്ടെ, അതിന് നമ്മൾ ആരും എതിരില്ല. പക്ഷേ പാവപ്പെട്ട ജനങ്ങൾ എന്ത് വേണം? സ്ത്രീകളും കുട്ടികളും എന്ത് വേണം? പ്രായം ചെന്ന ആളുകളെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നത് കണ്ടില്ലേ? ഇതൊക്കെ എല്ലാവരും കണ്ടുപിടിക്കുകയല്ലേ പൊതുസമൂഹം. ആർക്കാണ്? ആ പോലീസ് ഉദ്യോഗസ്ഥനല്ലോ, ഈ സർക്കാരിനല്ലേ അതിൻ്റെ പേരുദോഷം ഉണ്ടാകുന്നത്. അതുകൊണ്ട് അത്തരം ആളുകളെ നിലയ്ക്ക് നിർത്താൻ സർക്കാർ ആവശ്യമായ നടപടി സ്വീകരിക്കും. അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാനിപ്പോൾ എനിക്ക് ചുമതലയില്ല, ഞാൻ പറയുന്നില്ല. പക്ഷേ അത് ചർച്ച ചെയ്ത് പരിഹാരം കാണാൻ ബഹുമാനപ്പെട്ട CM കോൺഫറൻസ് വിളിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാത്തിനും ചർച്ച ചെയ്ത് പരിഹാരം കാണും. മുഖ്യമന്ത്രി സമരക്കാരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ബുധനാഴ്ച തിരുവനന്തപുരത്ത് ചെന്നാൽ ചർച്ചയാവാമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. എന്നാൽ അതിന് പോകില്ല എന്നാണ് സമരക്കാരുടെ നിലപാട്. മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുന്നതിന് ബഹിഷ്കരിക്കേണ്ട കാര്യമൊന്നുമില്ല. ചർച്ച ചെയ്ത് പ്രശ്നത്തിന് പരിഹാരം കാണുകയാണ് വേണ്ടത്. കാരണം അവിടെ തന്നെ BPCLൻ്റെ വേറെ പ്ലാന്റ് ഉണ്ട്, പല ഇതിൻ്റെയും പ്ലാന്റ് ഇവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ചില ആശങ്കകൾ അവരെന്നോട് സംസാരിച്ചപ്പോൾ അവർക്ക് സേഫ്റ്റി, എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്, അതുപോലെ തന്നെ യാത്രയുമായി അങ്ങനെ ധാരാളം കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അത് ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു മുൻ ആഭ്യന്തരമന്ത്രിക്ക് ഇത്രയൊക്കെ പ്രതിപക്ഷ നേതാവ് കളിക്കാൻ പറ്റുകയുള്ളൂ. ഒന്നോർത്താൽ ഇത്രയൊക്കെ മതിതാനും. പ്രതിപക്ഷ നേതാക്കളായി കാനം രാജേന്ദ്രനും കുമ്മനം രാജശേഖരനും ഉണ്ടല്ലോ. എന്തിനാ ഒരു സംസ്ഥാനത്ത് 3 പ്രതിപക്ഷ നേതാക്കൾ? നവകേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെയും സ്തുതിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം. നന്ദി, നമസ്കാരം.